1995 കാലഘട്ടത്തിൽ യുഎസിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവിടെ PhD കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആയിരുന്ന സെർജി ബ്രിൻ ആൻഡ് ലാരി പേജും സുഹൃത്തുക്കളായിരുന്നു. അവരവിടെ വെച്ച് ഒരു പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. ഒരു സെർച്ച് എഞ്ചിൻ നിർമ്മിക്കുക. അതിനായുള്ള പ്രവർത്തനങ്ങൾ അവർ ആരംഭിച്ചു. ഒരുപാട് കാര്യങ്ങളിൽ യോജിപ്പും വിയോജിപ്പിലൂടെയും അവർ ഒരുമിച്ച് സഹകരിച്ചു പോന്നു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം അവരുടെ ഡോർ റൂമുകളിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് വേൾഡ് വൈഡ് വെബിലെ വ്യക്തിഗത പേജുകളുടെ പ്രാധാന്യം നിർണ്ണയിക്കാൻ ലിങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിൻ അവർ നിർമ്മിച്ചു. അവർ ആ സെർച്ച് എഞ്ചിനെ ബാക്ക്റപ്പ് എന്ന് വിളിച്ചു. താമസിയാതെ ബാക്ക്റപ്പ് ഗൂഗിൾ എന്ന് റീനെയിം ചെയ്യപ്പെട്ടു. ഗൂഗിൾ എന്ന പേര് വന്നത് ഗൂഗോൾ എന്ന മാത്തമാറ്റിക്കൽ വേർഡിലൂടെയാണ്. അതായത് ഗൂഗോൾ എന്നാൽ 10 കഴിഞ്ഞ് 100 എന്ന സംഖ്യയാണ്. അതിൽ നിന്നാണ് ഗൂഗിൾ എന്ന വാക്ക് രൂപപ്പെട്ടത്. ലോകത്തെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യാനും അത് യൂണിവേഴ്സലി ആക്സസിബിളും യൂസ്ഫുള്ളും ആക്കുക എന്നതായിരുന്നു ഈ ഒരു സെർച്ച് എഞ്ചിൻ നിർമ്മിക്കുക വഴി ലാറിയുടെയും സെർജിയുടെയും പ്രധാന ലക്ഷ്യം. ഗ്ലോബലി പുതിയ സെർച്ച് എഞ്ചിൻ പുറത്തിറക്കുന്നതിനായി പേജും ബ്രിന്നും 1997 google.com ഡൊമൈൻ എന്ന നെയിം രജിസ്റ്റർ ചെയ്തു. വെബ് പേജുകൾ കണ്ടെത്തുന്നതിനുള്ള ഒരു ജനപ്രിയ ഉപകരണമായി ഗൂഗിൾ സെർച്ച് എഞ്ചിൻ പെട്ടെന്ന് മാറി. എന്നിരുന്നാലും അക്കാലത്ത് ഗൂഗിൾ യാഹൂ സെർച്ച് എഞ്ചിനേക്കാൾ ചെറുതായിരുന്നു. പേജും ബ്രിന്നും തങ്ങളുടെ സെർച്ച് എഞ്ചിന്റെ പേജ് റാങ്ക് അൽഗോരിതം ഏകദേശം $1 മില്യൺ യാഹുവിന് വിൽക്കാൻ വാഗ്ദാനം ചെയ്തു. എന്നാൽ ആ ഓഫർ യാഹു നിരസിച്ചു. എന്നാൽ പിന്നീട് നടന്നത് എല്ലാവരും പറയുന്നത് പോലെ ചരിത്രം തന്നെയായിരുന്നു. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ആരംഭിക്കുന്നത് ഒരു പ്രയാസകരമായ കാര്യം തന്നെയായിരുന്നു. എന്നാൽ കമ്പനി ആരംഭിക്കുന്നത് അതിനേക്കാൾ പ്രയാസകരമായ മറ്റൊരു കടമ്പ തന്നെയായിരുന്നു അവർക്ക്. ഒരു പുതിയ കമ്പനി ആരംഭിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് നൽകാൻ ലാറിക്കും സെർജിക്കും നിക്ഷേപകരെ ആവശ്യമായിരുന്നു. ഗ്ലോബലി ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗൂഗിൾ സിലിക്കൺ വാലി ഇൻവെസ്റ്റേഴ്സിന്റെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സൺ മൈക്രോ സിസ്റ്റം സ്ഥാപകനായ ആൻഡി ബെക്ടോൾഷൈം ലാറിക്കും സെർജിക്കും $1 ലക്ഷം ചെക്ക് എഴുതി നൽകി ആദ്യത്തെ ഇൻവെസ്റ്ററായി മാറി. ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസിനെ പോലുള്ളവർ ഗൂഗിളിൽ നിക്ഷേപം നടത്തിയതോടെ മറ്റൊരു ഫണ്ടിംഗ് റൗണ്ട് നടന്നു. സൂസൻ വോജിക്കിയുടെ ഗാരേജിൽ ഗൂഗിൾ അതിന്റെ ആദ്യത്തെ ഓഫീസ് ബേസ് സ്ഥാപിച്ചു. അങ്ങനെ ഗൂഗിൾ ഇൻ കമ്പനി 1998 സെപ്റ്റംബർ 4 സ്ഥാപിതമായി. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ഒരു ചരിത്രയാത്ര തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ സെപ്റ്റംബർ 4 2023 ആയപ്പോൾ 25 വർഷം തികച്ചിരിക്കുകയാണ് ഗൂഗിൾ. $1 ട്രില്യൺ ആസ്തിയുള്ള ഗൂഗിൾ ഒരു ഗാരേജിലെ എളിയ തുടക്കത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലുതും സ്വാധീനമുള്ളതുമായ കമ്പനികളിൽ ഒന്നായി വളർന്നു. 1998 സെർജി ബ്രിന്നും ലാറി പേജും ചേർന്ന് സ്ഥാപിച്ചത് മുതൽ ഗൂഗിൾ സെർച്ച്, ഗൂഗിൾ ആഡ്സ്, യൂട്യൂബ്, ആൻഡ്രോയിഡ്, ഗൂഗിൾ വർക്ക് സ്പേസ്, ക്രോം തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളിലേക്കും സേവനങ്ങളിലേക്കും വിപുലീകരിക്കുന്നതുവരെ ഗൂഗിളിന്റെ ചരിത്രം 25 വർഷം നീണ്ടു നിൽക്കുന്നു. പേജ് റാങ്ക് അൽഗോരിതം, യൂട്യൂബ്, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വികസനം, ക്രോം ബുക്കുകൾ എന്നിവയുടെ ലോഞ്ച്, പിക്സൽ സ്മാർട്ട് ഫോണിന്റെ അവതരണം തുടങ്ങിയ നൂതന ഉൽപ്പന്നങ്ങളും ഏറ്റെടുക്കലുകളും ഗൂഗിളിന്റെ വിജയത്തിന് കാരണമായി. കൂടാതെ ചാറ്റ് GPT, AI ചാറ്റ്ബോട്ടിന്റെ വളർച്ച വരെ ഗൂഗിളിന്റെ വിജയത്തിന് സൂചകമായി മാറിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനും അതിന് പിന്നിലെ കോർപ്പറേഷന്റെയും പേരാണ് ഗൂഗിൾ. പ്രതിദിനം കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ സെർച്ച് എഞ്ചിൻ കാരണം ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കമ്പനികളിൽ ഒന്നായി മാറി. വെറും ഒരു ഡോർ റൂമിൽ നിന്നും പിന്നീട് ഗ്യാരേജിലേക്കും അവിടെ നിന്ന് ഇപ്പോൾ 2023 സെപ്റ്റംബർ 4 വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഗൂഗിളിന്റെ ആസ്തി എന്ന് പറയുന്നത് $1 ട്രില്യൺ ആണ്. അത് ഈ വർഷാവസാനത്തോടെ മറികടക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്.